കഴിഞ്ഞ ദിവസത്തെ റോഡ് ഷോയ്ക്ക് ശേഷം PV അൻവറിന്റെ പ്രചരണം ടോപ്പ് ഗിയറിലാണ്. അൻവർക്ക് മണ്ഡലത്തിൽ എല്ലായിടത്തും ഓടിയെത്തുമോ കുറഞ്ഞ സമയം കൊണ്ട്? പരമാവധി എല്ലായിടത്തും എത്താൻ പ്രയാസം, എത്തേണ്ട ആവശ്യമില്ല. ചില പ്രത്യേക സ്ഥലങ്ങളിൽ പ്രവർത്തകർ നിർബന്ധപൂർവ്വം പറയുന്നിടത്ത് പോകുന്നു. ഏറ്റവും അവസാന മത്സരരംഗത്തേക്ക് ഇറങ്ങിയതാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാ പോക്കറ്റുകളും ലക്ഷ്യമിട്ടിട്ടല്ലോ, ചില പോക്കറ്റുകൾ മാത്രം പ്രചരണം കുറിച്ച് അധികം കേന്ദ്രീകരിച്ചിരുന്നു എന്നൊക്കെ പറയാം അല്ലേ? എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ, ആത്മവിശ്വാസം എങ്ങനെയുണ്ട്? നമ്മൾ ആദ്യം ജയിക്കാൻ വേണ്ടിയിട്ടല്ലേ നിന്നത്, ജനങ്ങൾ പറഞ്ഞിട്ടല്ലേ നിൽക്കുന്നത്. ആ ജനം ഓരോ ദിവസവും അതിൻ്റെ എണ്ണം അതിശക്തമായി വർദ്ധിക്കുകയാണ്. ഈ മണ്ഡലത്തിലെ ഓരോ വീട്ടിലും ഏറ്റവും മിനിമം ഒരു വർക്കർ അച്ഛനായിട്ടോ അമ്മയായിട്ടോ പെങ്ങളായിട്ടോ മകനായിട്ടോ ഒക്കെ ഉണ്ട്. ചില സ്ഥലത്ത് ആ വീട് മുഴുവൻ എൻ്റെ വർക്കേഴ്സാണ്. അപ്പോൾ ഒരു വീട് പോലും ഒരു വർക്കർ ഇല്ലാത്തത് ഈ മണ്ഡലത്തിലില്ല. അവർ വർക്കിംഗ് ദെയർ ഓൺ വേ. 9 വർഷമായിട്ട് അൻവറിന്റെ സേവനം കിട്ടാത്ത അല്ലെങ്കിൽ അറിയാത്ത ഒരു മെമ്പർ പോലും ഈ നിലമ്പൂരിലെ മണ്ഡലത്തിൽ ഉണ്ടാവില്ല. ഒരുപക്ഷെ ഒരുപാട് സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാവില്ലേ? ഇല്ല, അങ്ങനെ അറിയാതിരിക്കാൻ ഞാൻ എപ്പോഴും ഈ മനുഷ്യരുടെ ഇടയിലാണല്ലോ. അവർക്ക് എന്നെ അറിയാം, എനിക്ക് അവരെ അറിയാം. സഹായിക്കണം. പാർട്ടി ഭേദമന്യേ എല്ലാവരും കൂടെ നിൽക്കുന്നു കരുതുന്നു. അല്ല, പാർട്ടി ഇല്ലല്ലോ ഇവിടെ. ഇവിടെ പിണറായിസവും ജനങ്ങളും തമ്മിലാണ് പോരാട്ടം. ആ ജനങ്ങളിൽ എല്ലാ വിഭാഗം മനുഷ്യരുണ്ട്, അവരുടേതാണ് എൻ്റെ പിന്തുണ. അൻവർക്ക് LDF-ൽ നിന്നും UDF-ൽ നിന്നും വോട്ടുകൾ ചോരുമെന്നൊക്കെ പറയുന്നുണ്ട്. എത്ര നിങ്ങളെ പ്രതീക്ഷ? ചോരല്ല, ജനങ്ങൾ വോട്ട് ചെയ്യാണ്. എല്ലാവരും ജനം വോട്ട് ചെയ്യും. എത്ര വോട്ട് നേടാനാവുന്ന? മിനിമം 75,000. വിജയിക്കാനുള്ള വോട്ട് വിജയിച്ച് ഭൂരിപക്ഷത്തോടു കൂടി സഹായിക്കണേട്ടാ. ഇപ്പൊ ഈ ആദ്യം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ ഇറങ്ങേണ്ടി വന്നപ്പോ ആളുകളെ ഭാഗത്തുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഇപ്പൊ പ്രചരണത്തിൽ ഇറങ്ങുമ്പോൾ ആളുകൾ ഇറങ്ങാൻ പറഞ്ഞോണ്ടാണല്ലോ അറിയാം. ഞാനില്ലാന്ന് പറഞ്ഞ് മാറിയെന്നല്ലേ. പിന്നെയല്ലേ സതീഷ് വാതിലടച്ചത്. അപ്പോൾ ആളുകൾക്ക് വാശിയായി. അല്ലല്ല, നേരപ്പോ സഹായിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രവർത്തകർക്ക് ആ ഒരു വികാരം ഉണ്ടാവില്ലേ? കോൺഗ്രസ് കോട്ടകൾ കുലുക്കും തവണ വഴിക്കടവും മൂത്തേടവും ഒക്കെ കേന്ദ്രീകരിച്ചാണ് അധികം പ്രചരണം. വിരുദ്ധരായ സ്ഥാനാർത്ഥികളെ ജനങ്ങൾ തോൽപ്പിക്കും. ഒറ്റയാനായിട്ട് നിയമസഭയിലേക്ക് എത്തുമോ വീണ്ടും? അല്ല, അത് ജനം തീരുമാനിച്ചാലെത്തും. ജനം തീരുമാനിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഈ നിയമസഭയിൽ തന്നെ പടച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എത്തും, ഒരു തർക്കമില്ല. അല്ലെങ്കിൽ ആര് ജയിക്കണം തോൽക്കണം നിശ്ചയിക്കും അല്ലേ? അങ്ങനല്ല, ആര് ജയിക്കണം തോൽക്കാൻ അല്ലല്ലോ ഞാൻ മത്സരിക്കും. ഞാൻ പിണറായിസത്തെ തോൽപ്പിക്കാനാണ്. ഇവിടുത്തെ 2 സ്ഥാനാർത്ഥികൾ, ഒരു സ്ഥാനാർത്ഥി പിണറായിസത്തിൻ്റെ വാഴ്ത്തുപാട്ടുകാരനാണ്. UDF-ൻ്റെ സ്ഥാനാർത്ഥി ഷൗക്കത്ത്, അദ്ദേഹം ഇന്ന് വരെ പിണറായിസത്തിനെതിരെ വാക്കുച്ചരിക്കാത്തവനാണ്. ഈ മലയോര മേഖല ഈ പ്രതിസന്ധിയിലായപ്പോഴും മലപ്പുറത്തും മലബാറിലും കേരളത്തിലും RSS-ഉം പോലീസും ഈ പറയുന്ന പിണറായിക്കോടൊപ്പം നിന്നുകൊണ്ട് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുമ്പോൾ അതിന് പോലും ഒരു വാക്ക് എതിരെ പറയാത്ത വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം പിന്നിൽ നിന്ന് പിണറായി സഹായിക്കുന്ന വ്യക്തിയാണ്. ശക്തമായി പിണറായിക്കെതിരെ നിലപാടെടുക്കുകയും പിണറായിസം എന്ന തത്വസംഹിത എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തത്. ഞാൻ അതിൻ്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നു. ഒട്ടനവധി പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട്. 28ഓളം കേസുകളൊന്നും എൻ്റെ പേരിലുണ്ട്. അതിൽ 12ഓളം കേസുകൾ ക്രിമിനൽ കേസാണ്, സിവിൽ കേസാണ്. ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മലയോര മേഖല ജനങ്ങളുടെ ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ അവരുടെ നിലനിൽപ്പിലെ പോരാട്ടമല്ലേ, ആ പോരാട്ടത്തോടൊപ്പമാണ് ഞാൻ നിന്നത്. പ്രിയങ്ക ഒന്ന് പ്രചരണം നടത്തി, മുഖ്യമന്ത്രി 3 ദിവസം ക്യാമ്പ് ചെയ്തു. യൂസഫ് പാത്താനെ ഇറക്കിയ അൻവർക്ക് ആ ഒരു ഗെയിമിൽ മുഴുവൻ മാറ്റം വരുത്തി. പ്രചരണം ടോപ്പ് ഗിയറിലായി അല്ലേ? ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. എന്നാണെങ്കിലും വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടെ തന്നെയാണ് മുന്നോട്ട്. 100%. ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്, വിജയിക്കുമെന്നും ഈ നിയമസഭയിൽ തന്നെ എത്താൻ കഴിയുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. വിനോദ് കുമാറിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18.